Welcome to SBelectronicsMalayalam. Today we will discuss about relay drive circuit. Please subscribe my channel today. ഇലക്ട്രോണിക്സ് മലയാളം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ചാനലുകളെക്കുറിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും കൂടാതെ തുടർന്ന് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ അതിനു താഴെ തന്നെ മറുപടി തരുന്നതും, അതല്ലെങ്കിൽ സമാനമായ 5-10 ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഒരുമിച്ച് ഉത്തരം നൽകുകയോ, അതല്ല ഒരു വീഡിയോ ആവശ്യമെങ്കിൽ അതിൻ്റെ ഉത്തരമായി ഒരു വീഡിയോ തന്നെ പ്രസിദ്ധീകരിക്കാനും ശ്രമിക്കുന്നതായിരിക്കും. ഇന്നിവിടെ പരിചയപ്പെടുന്നത് റിലേ ഡ്രൈവ്. റിലേ ഡ്രൈവ് എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് മൈക്രോ കൺട്രോളർ പ്രോജക്റ്റ് ആവട്ടെ, അതല്ലെങ്കിൽ എന്തു തരത്തിലുള്ള ഹോബി സർക്യൂട്ടുകളാവട്ടെ, മിക്കവാറും എല്ലാവരും തന്നെ 90% ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യം വരുന്ന ഒരു സർക്യൂട്ടാണ് റിലേ ഡ്രൈവ്സ്. കാര്യം നമ്മൾ ചെയ്യുന്ന മിക്കവാറും പ്രോജക്റ്റുകളിലെല്ലാം തന്നെ പരമാവധി ഔട്ട്പുട്ട് എന്നത് വെറും 5 വോൾട്ട് ആയിരിക്കും. മൈക്രോ കൺട്രോളർ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും 12 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ചിങ് ചെയ്യേണ്ട ഉപകരണങ്ങൾ ഒന്നുകിൽ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന വലിയ മോട്ടോറുകൾ, അല്ലെങ്കിൽ അതുപോലെ സമാനമായ ബൾബുകൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ 1 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഈ സ്വിച്ചിങ് സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഒരു വശത്ത് 230 വോൾട്ട് വർക്ക് ചെയ്യും, ഒരു വശത്ത് നമ്മുടെ സർക്യൂട്ടും തമ്മിൽ കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് പാസ് ചെയ്ത് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കമ്പോണൻ്റാണ് റിലേ എന്ന് പറയുന്നത്. മിക്കവാറും റിലേകളെല്ലാം വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിൽ അല്ലെങ്കിൽ 5 വോൾട്ട് 6 വോൾട്ട് 5 വോൾട്ടും 6 വോൾട്ടും റെയറാണ്. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് 12 വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന റിലേകളാണ്. ഇവ ആംബിയറിനനുസരിച്ച് 5 ആംബിയർ, 15 ആംബിയർ, 35 ആംബിയർ, 100 ആംബിയർ അങ്ങനെ ലഭ്യമാണെങ്കിലും അതിൻ്റെ വോൾട്ടേജിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും 12 വോൾട്ട് തന്നെയായിരിക്കും എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളറിൽ നിന്ന് കിട്ടുന്ന 5 വോൾട്ട് അഥവാ മില്ലിയാംസ് കറണ്ട് കൊണ്ട് നേരിട്ട് റിലേ ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഒരു വിഷയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുപയോഗിക്കുന്ന മൈക്രോ കൺട്രോളറിനെയും അഥവാ നമ്മുടെ സർക്യൂട്ട് ബോർഡിനെയും റിലേയും തമ്മിൽ ബന്ധിപ്പിക്കാൻ അതിനിടയ്ക്ക് പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമാണ് ട്രാൻസിസ്റ്റർ. അപ്പം നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്, നമ്മുടെ സർക്യൂട്ടിൻ്റെ ഔട്ടിൽ 5 വോൾട്ട് അഥവാ 1 വോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒരു ട്രാൻസിസ്റ്ററിനെ സ്വിച്ചിങ് ചെയ്യിക്കുന്നു. പിന്നീട് അതിനോടനുബന്ധിച്ച് 12 വോൾട്ട് റിലേ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം റിലേയുടെ ഔട്ട്പുട്ടിൽ കൊടുത്തിരിക്കുന്ന 230 വോൾട്ടിലുള്ള വലിയ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ചെയിൻ സിസ്റ്റം അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഘട്ടങ്ങളിൽ പല ഭാഗങ്ങളിലും നിങ്ങൾക്കിത് ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളായ റിലേയും ട്രാൻസിസ്റ്ററും നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം എന്നതും കൂടി ഈ ഒരു വിവരണത്തിൻ്റെ ലക്ഷ്യമാണ്. ആദ്യം നമുക്ക് റിലേയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നീട് ട്രാൻസിസ്റ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. അതിനുശേഷം നമ്മുടെ മൈക്രോ ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന 5 വോൾട്ട് അഥവാ 1 വോൾട്ട് ഉപയോഗിച്ച് ട്രാൻസിസ്റ്ററിനെയും റിലേയും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് പമ്പ് സെറ്റുകൾ അഥവാ മോട്ടോറിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്, ഇങ്ങനെ 3 സ്റ്റേജായി വളരെ വിശദമായി നമുക്ക് ഓരോന്നായി നോക്കാം. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ആദ്യമായി കാണുന്നവർ അതല്ലെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ഈ ചാനലിൽ ഒന്ന് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, വിഷയത്തിലേക്ക് കിടക്കാം. ഇതാണ് റിലേ കോയിൽ. നമ്മളിങ്ങോട്ട് 12 വോൾട്ട് ഡി സി കൊടുക്കുന്നു. ഇനി റിലേൻ്റെ കോയിൽ ഇവിടെ ഒരു പച്ചിരുമ്പ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിൽ ഒരു നീളത്തിൽ ഒരു പ്ലേറ്റ്, മെറ്റൽ പ്ലേറ്റ്. അപ്പോൾ സ്വാഭാവികമായും ഈ കോയിൽ മാഗ്നറ്റ് ആവുന്ന സമയത്ത് ഇതിങ്ങോട്ട് പിടിക്കും. ഇങ്ങോട്ട് അതിനെന്ത് ചെയ്യണം? ഒരു സ്പ്രിങ് വെച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിലൊരു മെറ്റൽ പ്ലേറ്റ്, താഴെ ഒരു മെറ്റൽ പ്ലേറ്റ്, ഇങ്ങനെ 3 പ്ലേറ്റുകളായിരിക്കും. ഇത് സ്പ്രിങ് ആണ്. സെൻട്രലുള്ളതിനെ നമ്മൾ കോമൺ എന്ന് വിളിക്കാം. കോമൺ, COM, കോമൺ. പിന്നെ
ഇനി ഇതിനകത്തേക്ക് പവർ ഇല്ലാത്ത സമയത്തൊക്കെ കൃത്യമായിട്ട് ഇതിങ്ങോട്ടായിരിക്കും കോണ്ടാക്റ്റ്, മുകളിലേക്കായിരിക്കും കോണ്ടാക്റ്റ്. ഇത് ഷോർട്ടായിരിക്കും. ഇത് ഇതിന് നമ്പർ കൊടുക്കാം. 1, നടുക്കുള്ളത് 2, ഇത് 3. അപ്പോൾ ഇതിൻ്റെ പേരാണ് NC, നോർമലി ക്ലോസ്ഡ്. കാരണം എപ്പോഴും പവർ ഇല്ലെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇതിൻ്റെ നമ്മൾ പേര് കൊടുക്കുന്നത് NO, നോർമലി ഓപ്പൺ. ഇതെപ്പോഴാണ് ഓൺ ആവുന്നത്? ഇതെപ്പോഴാണോ മാഗ്നറ്റ് ആവുന്നത് ആ സമയത്ത് മാത്രം ഇതിങ്ങോട്ട് പിടിക്കും. അപ്പോൾ ഇവിടെ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ഇതിന് 2 സ്വിച്ചുകൾ എന്ന് പറയാം. ഇതിൽ പവർ വരുന്ന സമയത്ത് ഇതൊരു ഈ 1 and 2 ഒരു സ്വിച്ചായും വർക്ക് ചെയ്യും. പവർ ഇല്ലാത്ത സമയത്ത് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 2ഉം 3ഉം തമ്മിൽ കോണ്ടാക്റ്റ് ആവും. ഇത് കോമൺ ആക്കി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പം മോട്ടോറോ പമ്പ് സെറ്റോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ മോട്ടോറിലേക്ക് ഇപ്പോൾ ഇങ്ങനെയല്ലേ കണക്ഷൻ വരുന്നത്. ഇവിടെ ഒരു മോട്ടോർ വെച്ചാൽ ഇതിനകത്തേക്ക് വരുന്ന ഒരു ഫേസ്, ഒരു ന്യൂട്രൽ. ഇതിലേതെങ്കിലും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണിപ്പോൾ ഫേസ് പ്ലഗ് പോയിൻ്റ് എന്ന് വിചാരിക്കാം. ന്യൂട്രൽ നമ്മൾ നേരിട്ട് കൊടുത്തു, ഫേസ് മോട്ടറിലേക്ക് കൊടുക്കണം. അതിനെന്ത് ചെയ്യും? ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ പോയിൻറ്റിലേക്ക് കോമണിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫേസ് കൊടുത്താൽ മതി. ഇവിടെ ഈ ഫേസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ഓൺ ആവുന്ന സമയത്ത് ഈ സ്വിച്ച് വഴി മോട്ടോറിലേക്ക് വേണ്ട സപ്ലൈ കിട്ടും. ഇങ്ങനെയാണ് റിലേ വർക്ക് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഈ സെക്ഷനും ഈ 12 വോൾട്ട് കോയിൽ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് എത്ര ആംപിയർ, എത്ര വോൾട്ട് വേണമെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ 12 വോൾട്ട് കൊടുക്കുക. ഇനി 12 വോൾട്ട് എങ്ങനെ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം. നമുക്ക് NPN ട്രാൻസിസ്റ്റർ, ഇതിന് ബേസ്, കളക്ടർ, എമിറ്റർ, ബെൽ 100 അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. ബെൽ 100 ട്രാൻസിസ്റ്റർ. ഇനി നമ്മൾ എന്ത് വേണം? ഇതിലേക്ക് 12 വോൾട്ട് DCക്ക് ഈ കോയിൽ എന്ത് വേണം? കോയിലിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ 12 വോൾട്ട് കൊടുക്കുന്നു, പോസിറ്റീവ് കൊടുക്കുന്നു. എമിറ്റർ ഗ്രൗണ്ട് ചെയ്യുന്നു, നെഗറ്റീവ്. ഇനി ഇവിടെ നമുക്ക് 1 വോൾട്ടിൽ താഴെ 0.6 or 1 വോൾട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവാണ് റിലേയിലേക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, നെഗറ്റീവ് ഇല്ല. ഇവിടെ എപ്പോഴാണോ നമ്മൾ മൈക്രോ കൺട്രോളറോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ 1 വോൾട്ട് നമ്മൾ ജസ്റ്റ് അല്ലെങ്കിൽ ബിലോ 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ഈ എമിറ്റർ വഴി ഇതിന് നെഗറ്റീവ് കിട്ടും. അപ്പോൾ റിലേ വർക്ക് ചെയ്യും. ഇവിടെ സപ്ലൈ ബേസ് വോൾട്ടേജ് ബയാസിങ് ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് നമ്മളെല്ലാ സർക്യൂട്ടുകളും ഈ ട്രാൻസിസ്റ്റർ ആൻഡ് റിലേ ഉപയോഗിച്ചുകൊണ്ട് വലിയ മോട്ടോറിനെയും പമ്പ് സെറ്റിനെയും വർക്ക് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇതിനെയാണ്, ഈ സർക്യൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ റിലേ ഡ്രൈവുകൾ എന്ന് പറയുന്നത്. ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ 1 റിലേ, 2 റിലേ, 5 റിലേ, എത്ര ബോർഡ് വേണമെങ്കിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം ഇത് ജസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്നു, അതിൻ്റെ കണക്റ്റേഴ്സിലേക്ക് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നു, ഈ സ്വിച്ചിൻ്റെ വയർ എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ട കൊടുക്കുന്നു. ട്രാൻസിസ്റ്ററൊക്കെ SMD ടൈപ്പ് അതിനകത്ത് സോൾഡേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ടിനെ കുറിച്ച് ഭംഗിയായി മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.